ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും വാചാലമാകുന്ന മോദി ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകളാണ് രാജ്യത്ത് പൂട്ടിക്കെട്ടിയത്. എന്നാൽ കേരളം ഈ കണക്കിൽ വരില്ല കേട്ടോ. സാധാരണക്കാരുടെ മക്കൾക്ക് അറിവ് പകരേണ്ട വിദ്യാലയങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയായി മാറുമ്പോൾ പകരം പണം മാത്രം മാനദണ്ഡമാകുന്ന സ്വകാര്യ വിദ്യാഭ്യാസ ലോബികൾ തഴച്ചു വളരുകയാണ്. 2014-15 കാലയളവിൽ രാജ്യത്തെ ആകെ സ്കൂളുകളുടെ 5.5% മാത്രമുണ്ടായിരുന്ന എയ്ഡഡ് സ്കൂളുകൾ 2024-25 എത്തുമ്പോൾ 5.4% കുറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 83,000-ൽ നിന്ന് 79,000 എന്ന കണക്കിലേക്ക് എയ്ഡഡ് സ്കൂളുകൾ ചുരുങ്ങി. അതേസമയം ഇതേ കാലയളവിൽ സ്വകാര്യ സ്കൂളുകളുടെ എണ്ണത്തിൽ 4% വർധനവുണ്ടായി എന്നത് വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. പല സ്വകാര്യ സ്കൂളുകളിലും അടിസ്ഥാന യോഗ്യതയില്ലാത്ത അധ്യാപകരാണ് ജോലി ചെയ്യുന്നതെന്ന ഗൗരവകരമായ നിരീക്ഷണവും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ 1,19,000-ലധികം സ്കൂളുകളിൽ ഇന്നും വൈദ്യുതി എത്തിയിട്ടില്ല എന്നത് 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്ക് നാണക്കേടാണ്. ഇതിനു പുറമെ 98,592 സ്കൂളുകളിൽ ശൗചാലയ സൗകര്യങ്ങളില്ല എന്നതും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇത് എത്രത്തോളം പിന്നോട്ടടിക്കുന്നു എന്നതും ദയനീയമായ യാഥാർത്ഥ്യമാണ്. ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത പോലുമില്ലാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ ബുദ്ധിമുട്ടുമ്പോഴാണ് രാജ്യം വിശ്വഗുരുവാകാൻ ഒരുങ്ങുന്നു എന്ന അവകാശവാദം കേന്ദ്രം മുഴക്കുന്നത്. രാജ്യത്ത് ഒരു വിദ്യാർത്ഥി പോലും പഠിക്കാനില്ലാത്ത 7,993 സീറോ എൻറോൾമെൻറ്റ് സ്കൂളുകളുണ്ടെന്ന റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയുടെ സാക്ഷ്യപത്രമാണ്. പശ്ചിമ ബംഗാളിലും തെലങ്കാനയിലുമാണ് ഇത്തരം സ്കൂളുകൾ ഏറ്റവും അധികം. യോഗിയുടെ UPയും മോശമല്ല. എന്നാൽ ഈ തകർച്ചയുടെ ദേശീയ സാഹചര്യത്തിലും കേരളം ഒരു പ്രതീക്ഷയുടെ തുരുത്തായി മാറുകയാണ്. പാഠ്യപദ്ധതി, എൻറോൾമെൻറ്റ്, ലിംഗസൗഹൃദം, അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി അനുപാതം തുടങ്ങിയവയിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയാകുന്നു. വിദ്യാലയങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ കുറവാണ്. രാജ്യത്തെ ശരാശരി കൊഴിഞ്ഞുപോക്ക് 18% ആണെങ്കിൽ കേരളത്തിൽ അത് 0.04% മാത്രമാണ്. മുൻപ് UDF സർക്കാർ അടച്ചുപൂട്ടിയ വിദ്യാലയങ്ങൾ പോലും LDF സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഏറ്റെടുത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. രാജ്യത്തെ സ്കൂളുകളിൽ ആകെ 64.7% മാത്രം കമ്പ്യൂട്ടറുകളുള്ളപ്പോൾ കേരളത്തിൽ അത് 99.5%. ഇൻ്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരി 63.4% മാത്രമായിരിക്കുമ്പോൾ കേരളത്തിൽ അത് 91.7%. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതിക വിദ്യയും കേരളം 5ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ കാര്യത്തിലും കേരളം ഏറെ മുന്നിലാണ്. കേരളത്തിലെ 59.7% സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉള്ളപ്പോൾ ദേശീയ ശരാശരി വെറും 30.6% മാത്രമാണ്. സർക്കാർ സ്കൂളുകളെ മികച്ച രീതിയിൽ പരിപാലിക്കുന്ന കേരള മോഡൽ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ്. പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ലാത്ത ലക്ഷക്കണക്കിന് വിദ്യാലയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ മുൻനിർത്തി മുന്നേറുന്ന കേരളം രാജ്യത്തിന് തന്നെ വഴികാട്ടുന്നു. NCERT ഉപയോഗിച്ച് പാഠപുസ്തകങ്ങൾ ഹിന്ദുത്വവൽക്കരിക്കുമ്പോൾ അതിന് കേരളം വഴങ്ങുന്നില്ല. അതോടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ SSKക്കുള്ള 1,200 കോടി രൂപ തടഞ്ഞുവെച്ച കേന്ദ്ര സർക്കാർ പൊതുവിദ്യാഭ്യാസത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ മതനിരപേക്ഷത, ഭരണഘടനാ മൂല്യങ്ങൾ, ശാസ്ത്രീയ ചരിത്ര ചിന്തകൾ തുടങ്ങിയവ സംരക്ഷിച്ചു പിടിക്കുന്ന ബദൽ വിദ്യാഭ്യാസ നയമാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. അതുതന്നെയാണ് കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ മാതൃക. ഈ മാതൃക കേരളത്തിൽ അധികാരമേൽക്കുന്ന UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. സംഘപരിവാർ അജണ്ടകളോട് എക്കാലത്തും മൃദു സമീപനം സ്വീകരിക്കുകയും വിദ്യാഭ്യാസ കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന UDF സർക്കാരാകുമ്പോൾ ഈ ആശങ്ക അസ്ഥാനത്തുമല്ല.